ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പണ്ടത്തെ സ്റ്റൈലിലുള്ള പുളിങ്കരിയും അവിയലും ഒന്ന് ഉണ്ടാക്കിയാലോ. ഇത് വളരെ ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അതിന് ആദ്യം 1 കപ്പ് തേങ്ങ ചീനച്ചട്ടിയിലിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ജീരകവും കുരുമുളകും കൂടെ ചേർത്താണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇത് നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു 5 കഷ്ണം ചെറിയ ഉള്ളി കൂടെ ചേർക്കണം. 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇത് നന്നായിട്ട് വറുത്ത് വന്ന് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 4 സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഈ വെയിൽ കാലത്ത് നല്ലെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്, ശരീരത്തിന് തണുപ്പ് കിട്ടും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ നമുക്ക് ചേർക്കണം. കടുക് പൊട്ടി ഇനി ഉലുവയും കൂടെ മൂത്ത് വരണം. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനെ വഴറ്റണം. ചെറിയ ഉള്ളി ഒരു 6-7 കഷ്ണം മതി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ഇത് നന്നായിട്ട് മൂത്ത് ഇതിലേക്ക് നമ്മൾ കത്തിരിക്ക, വെണ്ടയ്ക്ക, തക്കാളി, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇതുകൂടെ നമുക്ക് ചേർക്കണം. ഒരു കത്തിരിക്ക മതി കേട്ടോ, ഒരു കത്തിരിക്ക, ഒരു വെണ്ടയ്ക്ക, ഒരു തക്കാളി മതി. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കണം. ഇനി നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഈ വെജിറ്റബിൾ അങ്ങ് വേവട്ടെ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നല്ലോ തേങ്ങയും ജീരകവും ഒക്കെ, അത് മിക്സി ജാറിലിട്ട് അരച്ചെടുത്ത് വയ്ക്കണം. ഇനി ഈ മലക്കറി വെന്ന് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഒരു ചുണ്ടയ്ക്കാര വലുപ്പത്തിൽ പുളി നവിടിയ വെള്ളവും കൂടെ ചേർക്കണം. നമുക്കൊരു 1/2 ഗ്ലാസ് പുളി വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, വറുത്ത തേങ്ങ, അതുകൂടെ ചേർത്ത് നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ കറി നല്ല രീതിയിൽ നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്ന് തയ്യാറായി. നമ്മുടെ പുളിങ്കരി തയ്യാറായി. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കിയാലോ. അവിയലിന് ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് ഈ വെജിറ്റബിൾ നമുക്ക് വേവിക്കണം. ഇതിലേക്ക് വേണ്ട അരപ്പ്: 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് കൂടെ ചേർത്ത് മിക്സി ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരുവിധം വെന്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നല്ലോ ആ അരപ്പ് കൂടെ ചേർത്ത് പിന്നെയും അടച്ച് വെച്ച് നമ്മൾ വേവിക്കണം. ഈ വെജിറ്റബിളിൽ ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ടങ്ങ് യോജിച്ച് വന്നോട്ടെ. എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്ന് ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. തയ്യാറായി, നമ്മുടെ അവിയൽ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും കേട്ടോ. ഇപ്പം ആർക്കും സമയമില്ലല്ലോ, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പുളിങ്കരിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ അവിയലും. ഇത് പണ്ടത്തെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.